ഏറെ ബഹുമാന്യനും പ്രിയങ്കരനുമായ ഈ സമരത്തിന്റെ ഉദ്ഘാടകൻ കേരള പ്രദേശ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ ഉപാധ്യക്ഷനും കരുനാഗപ്പള്ളിയുടെ പ്രിയങ്കരനായ MLA പ്രിയപ്പെട്ട ശ്രീ CR മഹേഷ് അവർകൾ, ഏറെ ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, അതുപോലെ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ പ്രിയപ്പെട്ട ശ്രീ KP ശ്രീകുമാർ, ശ്രീ A ഷുക്കൂർ, ഏറെ ബഹുമാനായ KPCCയുടെ സെക്രട്ടറി ശ്രീ S ശരത്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഉപാധ്യക്ഷൻ ശ്രീ അബിൻ വർക്കി കൊടിയാട്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷർ പ്രിയപ്പെട്ട ശ്രീ അമിതാജ്, കുമാരി അലിത ബാബു, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ ശ്രീ ടിജിൻ ജോസഫ്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, മുൻ പാർലമെന്റ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ സജി ജോസഫ്, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാർ, അനന്തനടക്കമുള്ള ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ സഹഭാരവാഹികൾ, പ്രിയപ്പെട്ട ശ്രീ അനിൽ ബോസ് അടക്കമുള്ള ബഹുമാന്യരെ, ഇന്നിവിടെ ഇത്തരത്തിലൊരു SP ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കുന്നതിന്റെ പശ്ചാത്തലത്തെ പറ്റി വളരെ കൃത്യമായി തന്നെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ അബിൻ വർക്കി കൂടിയായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസുകാർക്കെതിരായിട്ടുള്ള നരനായാട്ടിന്റെ ഏറ്റവും കിരാതമായ വാഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാകുന്നത്. പിണറായി വിജയന്റെയും ആ പീറ ശശിയുടെയും ഉത്തരവ് കേട്ടിട്ട് ലാത്തിയും എടുത്തുകൊണ്ട് ഇറങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരോട് ആദ്യമേ തന്നെ സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഈ ആലപ്പുഴയിലെ കായലുകൾക്ക് EMSന്റെ സർക്കാരിനെ താഴെ വീഴ്ത്തിയതിന്റെ ഓർമ്മകൾ ഈ കായലുകളിൽ അവശേഷിക്കുന്നുണ്ട് എന്ന് ലാത്തിയും കോപ്പും കൊണ്ട് ഇറങ്ങുന്ന പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓർത്തുവെക്കുന്നതായിരിക്കുമെന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയും, ഇവിടെ ഈ ജില്ലയിൽ നവകേരള ബസിന്റെ ദൂരത്തിന്റെ ധാരാളിത്തത്തിന്റെ ആ ബസ്സിനെ തടഞ്ഞിട്ട പാരമ്പര്യമുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഊർജ്ജസ്വലരായ സഹപ്രവർത്തകരുള്ള ജില്ലയാണ് ഈ ജില്ല. അന്ന് സമരത്തിൽ പങ്കാളികളായതിന്റെ പേരിലാണ് പ്രിയപ്പെട്ട ജില്ലാ KSU കമ്മിറ്റിയുടെ അധ്യക്ഷനും അതുപോലെ തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ അജയ് ജോയൽ കുര്യാക്കോസ് അടക്കമുള്ള ആളുകളെ മുഖ്യമന്ത്രി വായിലേക്ക് അലുവ തിരികെ കൊടുക്കുന്ന അത്ര കണ്ട് ബന്ധമുള്ള അനിൽകുമാറിനെയും സന്ദീപിനെയും പോലെയുള്ള എംബോക്കികളായ ഉദ്യോഗസ്ഥന്മാർ തലക്കിലാത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ ഇവിടെ നിന്നാണ് കാണുന്നത്. ഇന്ന് ഈ സമരവുമായി വരുമ്പോ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്, അന്ന് പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തരായ അനിൽകുമാറും സന്ദീപും പിണറായി വിജയനും ശശിയും സംരക്ഷിച്ച് നിർത്തിയിട്ട് പോലും കോടതിയുടെ ഉത്തരവ് പ്രകാരം പോലീസ് ചോദ്യം ചെയ്യുവാൻ വിളിപ്പിച്ച ദിവസമാണ് യൂത്ത് കോൺഗ്രസുകാർ ആലപ്പുഴയിൽ ഇന്നൊരു SP ഓഫീസ് മാർച്ചുമായി വന്നത് എന്ന് നിങ്ങൾ ഓർത്തുവെക്കുന്നത് നന്നായിരിക്കും. പിണറായി വിജയനും ശശിയും എല്ലാ കാലവും നിങ്ങളെ സംരക്ഷിച്ച പരിപാലിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ലാത്തിയും എടുത്തുകൊണ്ട് ഇറങ്ങുന്നത് എങ്കിൽ, സംസ്ഥാന ഉപാധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പെൻഷൻ വാങ്ങാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് വെറുതെ ഭീഷണിപ്പെടുത്തുകയല്ല, പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങൾ സാധാരണ പറയാറുമില്ല, ഞങ്ങൾ ചെയ്തതിനു ശേഷം മാത്രമാണ് പറയുന്നത് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഈ ജില്ലയിൽ സമരം നടത്തിയതിന്റെ പേരിൽ പ്രിയപ്പെട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ MP പ്രവീൺ, അവനെ ഒരു സംഘർഷ സ്ഥലത്ത് വെച്ചല്ല നിങ്ങൾ വർദ്ധിച്ചത്, അവനെ നിങ്ങൾ വട്ടം കൂടി നിന്ന പോലീസ് ബന്ദോബസ്തിനകത്തേക്ക്, പോലീസുകാർ തീർത്ത മനുഷ്യ മതിൽക്കെട്ടിനകത്തേക്ക് അവനെ വലിച്ചിഴച്ചുകൊണ്ട് പോയിട്ടാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വർദ്ധിച്ചത്. പ്രിയപ്പെട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി മേഘയടക്കമുള്ള വനിതാ സഹപ്രവർത്തകരുടെ തലയ്ക്കാണ് ഇതിലേക്ക് അടിച്ചത്. പ്രവീണിന് തലയ്ക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടായി. ഈ ദിവസം പോലും ചികിത്സയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. പ്രവീണിനെ മനുഷ്യമതിനകത്തേക്ക് വലിച്ചു കയറ്റി അതിക്രൂരമായി തല്ലിച്ചതച്ച പോലീസ് ഏമാന്മാരോട് സൂചിപ്പിക്കുന്നു, അതേ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ സല്യൂട്ട് അടിച്ചിട്ട് നീക്കി നിൽക്കുന്ന കാലത്തിന് അതിവിദൂരമല്ല എന്ന് മാത്രം സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. അപ്പൊ പിണറായി വിജയന്റെ ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റിന്റെ കാലമാണല്ലോ. ഞാനും ചില ലിസ്റ്റുകൾ പറയാം, ഗുഡ് എൻട്രിയിലേക്ക് ഇപ്പൊ തൽക്കാലം കൊടുത്തേക്കാം. പ്രവീണിനെ ആദ്യം അടിച്ചത്
ഇവിടുത്തെ ഡിവൈഎസ്ഐ ജയരാജ് എന്ന് പറയുന്നവരാ. ആ ബാരിക്കേഡിനകത്തിന്റെ ജയരാജ് എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. ബാരിക്കേഡിന് പുറത്തേക്ക് വരാനുള്ള ധൈര്യമൊന്നും ജയരാജിന് ആയിട്ടില്ല. അവനെ മനുഷ്യമതിനകത്തേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോയി നിലത്തിട്ട് ചവിട്ടിയ CI അരുണും പടച്ചട്ടയും മേലങ്കിയുമായി ആ ബാരിക്കേഡിന് പിന്നിൽ ഒളിച്ചു നിൽക്കുന്നതിനെ പറ്റി നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. SI ബാബുരാജ് അടക്കമുള്ള ഒരുത്തന്റെയും കണക്ക് ഞങ്ങൾ പിന്നത്തേക്കിന് ബാക്കി വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുക. അകത്തേക്ക് ഈ മനുഷ്യ മതിൽക്കെട്ടിനകത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയ ആ സിവിൽ പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, പോൾ ഉല്ലാസ്, നിന്റെ തോളത്തിപ്പം നക്ഷത്ര ചിഹ്നമില്ല. ആ നക്ഷത്രം നീ എണ്ണുന്ന കാലം വിദൂരമല്ല എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. അതിനുശേഷം ഈ മർദ്ദനമെല്ലാം ഉണ്ടായതിനു ശേഷം, അന്ന് മർദ്ദിച്ചതിനു ശേഷം പ്രവീണിന്റെ ഫോണിലേക്ക് വിളിച്ച ഇനിയും നിന്നെ അടിക്കുമെന്ന് പറഞ്ഞ ആ SI പ്രദീപ് ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാൽ ഇങ്ങനെ നിന്റെ കൈത്തരമ്പ് മാറുന്നതുവരെ ഒന്ന് നോക്ക. തെരുവിൽ അങ്ങനെ പോരാട്ടം നടത്താനാണെങ്കിൽ നേർക്കാകാമെന്ന ആ SI പ്രദീപിനെ ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക. പ്രവീണിന്റെ തലക്കടിച്ചപ്പോ ഒടിഞ്ഞ ലാത്തി, ആ ലാത്തി കൈവശമുണ്ടായിരുന്ന ഇവിടുത്തെ സിവിൽ പോലീസ് ഓഫീസർ ഹാൻസൻ സാറിനെയും ഞങ്ങളൊന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിലാഷ, ധനീഷ്, നോർത്ത് SI ധനീഷ്, അതുപോലെ തന്നെ റൌഫ്, വിനു. ആകെ ഒരു പ്രയാസമുള്ളത് ബർലി എന്ന് പറയുന്ന ഗ്രേഡ് SIക്ക് അധികം സർവീസ് ഇല്ലാത്തത് മാത്രമാണ് ഞങ്ങൾക്ക് വ്യക്തിപരമായ ഒരു പ്രയാസം. ആ പ്രയാസവും ഞങ്ങൾ തീർത്തു തരാം. ഗ്രേഡ് SI സാറേ, ഈ ലിസ്റ്റ് ഇപ്പൊ തൽക്കാലം പിണറായി വിജയൻ ഗുഡ് എൻട്രിക്ക് വെച്ചേക്കട്ടെ. ഈ ലിസ്റ്റിങ്ങിനെ ഹൃദയത്തോട് ചേർത്ത് ഞങ്ങൾ വെക്കും. ഇനി ഒരു കാലത്ത് കോൺഗ്രസിന്റെ സർക്കാർ വരുമ്പോ ഈ ലിസ്റ്റ് ആയിരിക്കും ആലപ്പുഴയിലെ ഇന്ന് ഉത്തരവിട്ടിരിക്കുന്ന പോലീസ് ഏമാന്മാർ കൃത്യമായി ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് തന്നെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ സംഘർഷം നടത്തി സമരം ചെയ്യാൻ വന്ന ആളുകളല്ല ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഈ നാട്ടിൽ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് പെൻഷൻ നിഷേധിക്കപ്പെടുമ്പോ ഇന്നലെ പോലും ഒരു സാധാരണക്കാരനായ അംഗപരിമിതനായ ഒരു മനുഷ്യൻ, ഒരു സാധു മനുഷ്യൻ, ആ മനുഷ്യൻ പെൻഷൻ വാങ്ങാതെ ഇരിക്കുമ്പോഴാണ് അജിമോനെ പോലെയുള്ള ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അംഗപരിമിതിയുള്ള മനുഷ്യന്മാർ സമരവുമായി തെരുവിലേക്ക് വരുന്നത്. ആ തെരുവിലേക്ക് ഇറങ്ങിയ അജിമോനെ പിന്നാലെ വന്ന് മർദ്ദിച്ച ഡിവൈഎഫ്ഐക്കാരനെ നോക്കി ഒന്ന് മുഷ്ടി ചുരുട്ടാനുള്ള ധൈര്യം പോലുമില്ലാത്ത പോലീസുകാരനാണ് മാർച്ചിലേക്ക് യൂത്ത് കോൺഗ്രസുകാരൻ വരുമ്പോ കൈത്തരമ്പ് തീർക്കുന്നത്. ഈ സമരത്തിൽ ഞങ്ങൾക്ക് പശ്ചാത്താപമില്ല. ഈ നാട്ടിലെ സാധു മനുഷ്യന്മാർക്ക് 65 ലക്ഷത്തോളം വരുന്ന മലയാളികൾക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് ഞങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഇപ്പം നിങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ഈ പോലീസ് ജീപ്പ് ഉണ്ടല്ലോ, ഈ പോലീസ് ജീപ്പിന് സ്ഥിരമായി പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്ന പമ്പ് ഡീലർമാർ പറഞ്ഞു കഴിഞ്ഞു, അടുത്ത മാസം തൊട്ട് പണം തന്നില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പോലീസ് ജീപ്പിൽ ഡീസൽ അടിച്ചു തരുന്നില്ല എന്ന സർക്കുലർ പറയുമ്പോ നിങ്ങളുടെയൊക്കെ ജീപ്പിലേക്ക് ഡീസൽ ഊർത്തി തരാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിൽ ഞങ്ങൾക്ക് പശ്ചാത്തലമില്ല. കയ്യൂപ്പ് കൊണ്ട് അങ്ങനെ ഞങ്ങളെ തീർത്ത് കളയാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ EMS-ഉം ഗോപാലൻ സേനയും ഒന്നിച്ചിറങ്ങിയിട്ട് നടക്കാതെ പോയ കാര്യമാണ് ഇന്ന് പിണറായി വിജയനും വിജയന്റെ വാനരസേനയും നിങ്ങൾ ചേർന്ന് നടത്തുന്നത് എങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ നിൽക്കേണ്ട. അങ്ങനെ പേടിക്കുന്ന ആളുകളല്ല യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാളികൾ. നിങ്ങൾ തല്ലിയാൽ തിരിച്ചെഴുന്നേറ്റ് നിന്ന് ആ പൊട്ടിയൊലിച്ച തലയിൽ നിന്നൊഴുകി വരുന്ന ചോര തീർത്തുകൊണ്ട് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ച് സമരങ്ങളുമായി കടന്നു പോകുന്നവർ തന്നെയാണ്. അതുകൊണ്ട് ഈ പേര് വിളിച്ച ഉദ്യോഗസ്ഥന്മാർ ഇത് മാത്രം നടപ്പിലാക്കാൻ ഇറങ്ങിയാൽ മതി. അതല്ലാതെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും സംസ്ഥാന സെക്രട്ടറി ഓഫീസിൽ നിന്നും ശശിയെ തരുന്ന ഉത്തരവുകൾ നടപ്പാക്കാൻ ഇറങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെ ഓർമ്മപ്പെടുത്തുന്ന ഒരിക്കൽ കൂടി കാലത്തിന് കാക്കി വെക്കാൻ ഒരു കണക്കും ഞങ്ങൾ വെക്കില്ല. കണക്കുകളൊക്കെ ഇപ്പോൾ തന്നെ തീർത്തു പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ SP ഓഫീസ് മാർച്ച് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള താക്കീതായി കാണണം. ഇനി ഒരു വരവ് കൂടി ഞങ്ങളെ വരുത്തരുത്. അങ്ങനെ വരുത്തിയാൽ അത് നിങ്ങൾക്ക് നന്നാകില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്യുവാൻ വേറെ പേരുകൾ
പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ കരുനാഗപ്പള്ളിയുടെ പ്രിയങ്കരനായ MLA ശ്രീ CR മഹേഷ് അടിക്കുന്നു.